പരിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തിൽ ഏവർക്കും വീണ്ടും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേകമായ പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നുള്ളതാണ്. റോമാലേഖനത്തിൽ നിന്നുള്ള പഠനത്തിൻ്റെ 122ാമത്തെ അവതരണത്തിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. റോമാലേഖനം 122ാം അവതരണം, 6ാം അധ്യായം. 6ാം അധ്യായത്തിൻ്റെ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്ന, വിശുദ്ധീകരണ ജീവിതം ആരംഭിക്കുന്നതിനെക്കുറിച്ചാണ് റോമർ 6ഉം 7ഉം പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ ചിന്ത 6ാം അധ്യായത്തിൻ്റെ 5 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ ആരംഭിക്കുന്നൊരു വിഷയമുണ്ട്. ക്രിസ്തുവിലുള്ള പുതുജീവിതം എങ്ങനെ ജീവിക്കാം? ക്രിസ്തുവിൽ ഒരു പുതുജീവിതമാണ് നമുക്ക് നൽകപ്പെട്ടത്. ആ ജീവിതം എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് 6ാം അധ്യായത്തിൻ്റെ 5 മുതൽ 14 വരെ. ഇപ്പോൾ വിശുദ്ധീകരണം എന്ന വിഷയത്തിലാണ് 6ഉം 7ഉം അധ്യായങ്ങൾ. അത് തുടരുകയാണ്. കഴിഞ്ഞ പാഠത്തിൽ നാം വ്യക്തമായി കണ്ടു കഴിഞ്ഞു. വിശുദ്ധീകരണം എന്ന വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കപ്പെടുക, വിളിച്ച് വേർതിരിക്കുക. 6ഉം 7ഉം അധ്യായങ്ങൾ ഇതാണ് ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത്. ദൈവം തൻ്റെ വിശുദ്ധ ഉദ്ദേശത്തിന് വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനല്ല, ദൈവം തൻ്റെ വിശുദ്ധ ഉദ്ദേശത്തിന് വേണ്ടി നമ്മെ വിളിച്ച് വേർതിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ച് വേർതിരിക്കപ്പെട്ട വ്യക്തികളായി നാം അപ്രകാരം ജീവിക്കണം. ഇതാണ് വിശുദ്ധ ജീവിതം. ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി. ആ ഉദ്ദേശമനുസരിച്ച് ഞാൻ ജീവിക്കുന്നതാണ് വിശുദ്ധീകരണ ജീവിതം. അപ്പോൾ അവിടെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം, വ്യതിയാനം, രൂപാന്തരം നൽകിത്തരുന്നതിന് നാം അനുവദിച്ചു കൊടുക്കണം. ആദ്യത്തെ 4 വാക്യങ്ങൾ റോമാലേഖനത്തിൽ പൗലോസ് ഊന്നൽ നൽകി വ്യക്തമായി നാം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. അതായത് ക്രിസ്തുവിൻ്റെ മരണം, ക്രിസ്തുവിൻ്റെ അടക്കം, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇതാണ് സുവിശേഷത്തിൻ്റെ കാതലായ 3 അടിസ്ഥാന വിഷയങ്ങൾ. ഇത് ലോകത്തിലെ ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ്. ഇതിലോട് ഒരു ദൈവ പൈതലായിത്തീരുന്ന വ്യക്തി അനുരൂപപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പിനോട്. റോമലേഖനം 6ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളാണ് ഇത് പ്രതിപാദിച്ചത്. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇത് 3ഉം പ്രതിപാദിക്കപ്പെടുന്നു ഈ 2 വാക്യങ്ങളിൽ. ഇതിനോടാണ് ഒരു ദൈവ പൈതൽ, അതായത് സുവിശേഷം അനുസരിക്കുന്ന വ്യക്തി അനുരൂപപ്പെടുന്നത്. ഇപ്പോൾ നാം ഇന്ന് പഠിക്കുന്ന പാഠത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പൗലോസിന് പറയാനുള്ളത്? സ്നാനത്തെക്കുറിച്ചും അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും. അപ്പോൾ ക്രിസ്തുവിലുള്ള ഈ പുതിയ ജീവിതം ജീവിക്കാൻ സഹായകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പൗലോസ് നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നാം ചിലത് അറിഞ്ഞിരിക്കണം, നാം ചിലത് അറിയേണ്ടതുണ്ട്. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ആ തലക്കെട്ടോടുകൂടി നമുക്ക് ആരംഭിക്കാം. ആദ്യം വേദഭാഗം വായിക്കാം. റോമലേഖനം 6, 5 മുതൽ 7 വരെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം ജീവിക്കുവാൻ നാം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ദൈവം പറയുകയാണ്. അറിയുന്നുവല്ലോ, നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന പ്രയോഗം 6ഉം 7ഉം വാക്യങ്ങളിൽ വളരെയധികം തവണ കാണാം. 6ാം അധ്യായം 3-ാം വാക്യം, 6ൻ്റെ 6, 6ാം അധ്യായം 9-ാം വാക്യം, 6ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ഇവിടെയെല്ലാം നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന പ്രയോഗം കാണാം. 7ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 7ൻ്റെ 15-ാം വാക്യം, 7ൻ്റെ 18-ാം വാക്യം, അവിടെയും ഈ പ്രയോഗം കാണാം. അപ്പോൾ അറിയുക. നാം ക്രിസ്തീയ ജീവിതം, പുതിയ ജീവിതം, വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായി പറയും. ചില മനുഷ്യർ പറയുന്നത് നമുക്ക് പത്യോപദേശത്തിൻ്റെ ആവശ്യമില്ല, അത് കുറച്ച് കട്ടിയാണ്, വലിയ ഉപദേശമൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് സാത്മാർഗിക ഉപദേശം, ധർമ്മോപദേശം, മോറൽ ടീച്ചിങ്, ധാർമ്മികമായ ചില ഗുണപാഠങ്ങൾ, സാത്മാർഗികമായിട്ടുള്ള ഉപദേശം, ഇതാണ് നമുക്ക് വേണ്ടതെന്നാണ് പലരുടെ ആഗ്രഹം. പക്ഷേ ഉപദേശമില്ലാതെ, പത്യവചനത്തിൻ്റെ ഉപദേശമില്ലാതെയുള്ള എല്ലാ ധർമ്മോപദേശങ്ങളും ഈ വേരില്ലാത്ത വൃക്ഷത്തെ പോലെയാണ്.
എണ്ണയില്ലാത്ത വിളക്ക് പോലെയാണ്. ക്രിസ്തുവിലൊരു പുതിയ ജീവിതം ജീവിക്കണമെങ്കിൽ നാം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അജ്ഞത ഫലശൂന്യമാണ്. അറിവില്ലായ്മ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ നമ്മുടെ ഈ പഠനത്തിൻ്റെ വേദഭാഗം ആരംഭിക്കുന്ന 5-ാം വാക്യത്തിലാണ് പൗലോസ് ഇതിനകം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു. 3-ാം വാക്യത്തിൽ പറഞ്ഞു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റു. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ എന്താ സംഭവിച്ചത്? ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളിയാകാൻ സ്നാനമേറ്റു. എന്നിട്ട് 4-ാം വാക്യത്തിൽ എന്ത് പറഞ്ഞു? അവൻ്റെ മരണത്തിൽ പങ്കാളികളായിരുന്ന സ്ഥാനത്ത് അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടപ്പോൾ ക്രിസ്തുവിനോട് കൂടെ അവൻ്റെ മരണത്തിൽ പങ്കാളിയായി ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തുവിൻ്റെ കുഴിച്ചിടപ്പെട്ടു. പക്ഷേ 5-ാം വാക്യത്തിൽ പറയുമ്പോൾ പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ് നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളിയായി ക്രിസ്തുവിനോടൊപ്പം കുഴിച്ചിടപ്പെട്ടു. തീർച്ചയായും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലും പങ്കാളിയാകും. അവിടെ ഏകീഭവിക്കുക എന്ന വാക്ക് നമുക്ക് 2 തവണ അവിടെ കാണാൻ കഴിയും. അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും, ഒന്നായി ചേരും. ആ വാക്ക് ശരിക്കും ഒരു ചെടി നടുന്നൊരു വിത്ത് നടുന്നതിന് തുല്യമായ പദമാണത്. ഇപ്പോൾ പൗലോസ് ക്രിസ്തുവിനോട് ചേരുവാൻ ഒരു മനുഷ്യൻ നിമഞ്ജനം ചെയ്യുമ്പോൾ, സ്നാനപ്പെടുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയിലൊരു വിത്തിടുന്നതിനെക്കുറിച്ചാണ് പൗലോസ് ഉപമിച്ചത്. ഭൂമിയിലൊരു വിത്തിടുക. ആ ഭൂമിയിലിട്ട വിത്ത്, മണ്ണിലിട്ട വിത്ത് അതൊരു ചെടിയായി തീരണമെന്നുണ്ടെങ്കിൽ ആ വിത്ത് മരിക്കണം. വിത്ത് അഴുകി അതിൻ്റെ പുറന്തോട് പൊട്ടി അതിൽ നിന്ന് പുതിയ മുള നാമ്പ് പുറത്തേക്ക് വരണം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ക്രിസ്തു ഇതിനെ ഉപയോഗിച്ചു ഈ ഉപമ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഇപ്പോൾ ഗോതമ്പ് മണി വിളവുണ്ടാകണമെങ്കിൽ അത് ചാകണം. ഇതേ പ്രയോഗമാണ്, ഇതേ അവസ്ഥയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ നടുന്നതിന് വിലയുണ്ടാകണമെങ്കിൽ, പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ അത് മരിക്കണം. അപ്പോൾ നാം ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളിയായി, ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളിയായി തീരുമ്പോഴാണ് നമുക്ക് മറുവശത്ത് അവൻ്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ മരണത്തോട് നാം ശരിയായി പങ്കാളികളായെങ്കിൽ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കും. ഇവിടെ ഏകീഭവിക്കും എന്ന വാക്കൊരു ഭാവികാല സൂചന നൽകുന്ന പദമായതുകൊണ്ട് ചില എഴുത്തുകാരുടെ ധാരണ അത് കർത്താവ് യേശുവിൻ്റെ മടങ്ങി വരവിലുള്ള വിഷയമാണ് എന്നാണ്. പക്ഷേ പശ്ചാത്തലം വ്യക്തമായി പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് അവൻ്റെ മരണത്തിൽ പങ്കാളിയായി യേശുവിനോടൊപ്പം കുഴിച്ചിടപ്പെട്ടൊരു വ്യക്തി അവിടെ സംഭവിക്കുന്ന സ്നാനത്തിൽ നിന്ന് കയറി വരുന്നതിനെക്കുറിച്ചാണ് അവിടെ ഉപയോഗിക്കുന്നത്, അല്ലാതെ ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചല്ല. കാരണം പശ്ചാത്തലം അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്നാനത്തിൽ ആദ്യം മരിച്ചു, പിന്നെ കുഴിച്ചിടപ്പെട്ടു, പിന്നെ അടുത്ത് സംഭവിക്കേണ്ടത് ആ മരണത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന അവസ്ഥയാണ്, പുനരുത്ഥാനമാണ്. അത് ക്രിസ്തുവിൻ്റെ വരവിൽ നമുക്കുണ്ടാകുന്ന പുനരുത്ഥാനത്തെക്കുറിച്ചല്ല. സ്നാനപ്പെട്ടാൽ ഫലമുണ്ടാകുമെന്ന് പറയുകയാണ്. സ്നാനത്തിൽ മരണം സംഭവിക്കുന്നു. യേശുവിൻ്റെ മരണമാണ് നമുക്ക് ഈ മാറ്റം വരാൻ കാരണം. നമ്മുടെ സ്നാനപ്പെടുന്ന സമയത്ത് കർത്താവ് യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം അവൻ്റെ നാമത്തിൽ, അവൻ്റെ അധികാരത്തിൽ കർത്താവ് യേശു നൽകി തന്ന വചനത്തെ അനുസരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകും. ക്രിസ്തു പറഞ്ഞു, ഞാൻ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇപ്പോൾ ക്രിസ്തു മരണത്തിൽ നിന്ന് എഴുന്നേറ്റു. മരണത്തിൽ എഴുന്നേറ്റ കാര്യം, ക്രിസ്തുവിൽ ചില കാര്യങ്ങൾ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. തൻ്റെ കൈകളിലും തൻ്റെ വിലാപ്പുറത്തും ആണിയടിച്ച പാടും കുന്തത്താൽ കുത്തിയ മുറിവുണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം എൻ്റെ 27-ാം വാക്യത്തിൽ കർത്താവ് യേശു മരിച്ചത് വാർത്ത കേട്ട് ഭയപ്പെട്ട് നിൽക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യോഹന്നാൻ 20:27 പിന്നെ സംശയാലുവായ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകുന്ന വിശ്വാസിയായിരിക്കുക. ആ കൈ കാണിച്ചു കൊടുത്തു, കയ്യിലെ മുറിപ്പാടുകൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ കർത്താവ് യേശുവിൽ ആ മുറിപ്പാടുകളും വിലാപ്പുറത്തെ കുന്തം കൊണ്ട് കുത്തിയ പാടും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ താൻ വ്യത്യസ്തനായിരുന്നു. കാരണം മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. റോമലേഖനം 6:9 പറയുന്ന പോലെ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്നറിയുന്നുവല്ലോ. അപ്പം കാഴ്ചയിൽ ക്രിസ്തുവിൻ്റെ കൈകളിൽ മുറിപ്പാടുണ്ട്, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തേറ്റുണ്ട്. പക്ഷേ താൻ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്, മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന അവസ്ഥയാണ്. അതേപോലെ നാമും സ്നാനത്തിലൂടെ, സ്നാനമാകുന്ന കല്ലറയിലൂടെ മരിച്ച് അടക്കപ്പെട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മിലും ചില വ്യത്യാസമുണ്ട്, ചില അവസ്ഥകൾ അവിടെ തന്നെയുണ്ട്. ഒന്ന്, നമ്മൾ അതേ വ്യക്തി തന്നെയാണ്, കണ്ടാൽ വ്യക്തമായി തിരിച്ചറിയാൻ മറ്റുള്ളവർക്ക്.
നമ്മൾ അതേ വ്യക്തി, നമ്മുടെ ദേഹം മുഴുവൻ നനഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതേ വ്യക്തി തന്നെയാണ്. പക്ഷേ അതേ സമയത്തൊരു മാറ്റമുണ്ട്. എന്താണ് മാറ്റം? ക്രിസ്തുവിൽ പുതിയ ജീവിതമാണ്. ക്രിസ്തുവിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. പുതിയ ജീവിതമാണ് നമുക്കുള്ളത്. അതാണ് വ്യത്യാസം. അപ്പോൾ പൗലോസ് ഈ വിഷയത്തോടു കൂടി അടുത്ത 2 വാക്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഈ ചിന്തയോടുകൂടി നാം ചിലത് അറിയണം. 6-7 വാക്യങ്ങൾ ഇങ്ങനെ പറയും: നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. 3 കാര്യങ്ങൾ പൗലോസ് റോമിലുള്ള വിശ്വാസികളോടും ഇത് പഠിക്കുന്ന നമ്മളോടും പറയുന്നു, നമ്മൾ അറിഞ്ഞിരിക്കണം. 3 കാര്യങ്ങൾ. 1, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. സ്നാനപ്പെട്ട ഒരു വ്യക്തിയോട് പറയുന്നു, നാം ഒരു കാര്യം വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കണം: നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. അത് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. പഴയ മനുഷ്യൻ, അല്ലെങ്കിൽ പഴയ അഹം, പഴയ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമായ പഴയ മനുഷ്യൻ, യവന ഭാഷയിൽ ഓൾഡ് മാൻ, പഴയ മനുഷ്യൻ, ഓൾഡ് സെൽഫ് എന്നും പറയും. പഴയ മനുഷ്യൻ എന്താണ് വാസ്തവത്തിൽ പൗലോസ് ഇവിടെ ഉദ്ദേശിച്ചത്? പഴയ മനുഷ്യൻ. അത് വ്യക്തമാകാൻ 8-ാമത്തെ വാക്യം കൂടി വായിച്ചു നോക്കിയാൽ മതി. 6-ാം വാക്യത്തിൽ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു എന്ന്, നമ്മുടെ പഴയ മനുഷ്യൻ. അത് 8-ാം വാക്യത്തിൽ വരുമ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. അപ്പോൾ പഴയ മനുഷ്യൻ ആരെയാണ്? നാം തന്നെയാണ്, ഞാൻ തന്നെയാണ്. നമ്മുടെ പഴയ മനുഷ്യൻ എന്ന് 6-ാം വാക്യത്തിൽ, നാം ക്രിസ്തുവിനോട് മരിച്ചുവെന്ന് 8-ാം വാക്യം. അപ്പോൾ ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പുള്ള നമ്മുടെ പഴയ മനുഷ്യൻ, നാം നേരത്തെ ആയിരുന്ന അവസ്ഥ. നാം ക്രിസ്തുവിനോട് ചേരുമ്പോൾ, ക്രിസ്തുവിനോട് കൂടെ മരണത്തിലും അടക്കത്തിലും ചേരുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യനാകുന്നു. അതിന് മുമ്പുള്ള അവസ്ഥ, പ്രീ കൺവേർഷൻ സ്റ്റേറ്റ്, രൂപാന്തരം സംഭവിക്കുന്നതിന്, സ്നാനപ്പെടുന്നതിന് മുമ്പുള്ള നില, അതാണ് പഴയ മനുഷ്യൻ. ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, BC AD. BC എന്ന ആ വാക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പ്. AD ആഫ്റ്റർ ഡെത്ത്. അന്നോ ഡൊമിനി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എങ്കിൽ പോലും. അപ്പോൾ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പ്രയോജനമുള്ളത്. ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടണം. ക്രിസ്തുവാണ് നമ്മുടെ പാപപരിഹാരകൻ, ക്രിസ്തുവാണ് രക്ഷകൻ, ക്രിസ്തുവാണ് പാപച്ചുവട് നമുക്ക് വേണ്ടി ഒഴിച്ച് പാപത്തിന് ശിക്ഷ വിധിച്ചവൻ. ക്രിസ്തുവിനോട് നമ്മൾ ക്രൂശിക്കപ്പെട്ടു. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. നാം ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. പാപത്തിന് ശിക്ഷ വിധിച്ചു, പാപത്തിന് മരണവിധി നടത്തി. ചില മനുഷ്യർ ഒരു കുരിശ് കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടുകൊണ്ട് നടക്കും. മോതിരത്തിലും കഴുത്തിലും ചെവിയിലും കുരിശിൻ്റെ പാടുകൾ കാണാം. ചിലർ കെട്ടിടത്തിൻ്റെ മുകളിൽ കുരിശ് സ്ഥാപിക്കും. ദൈവം ഇതൊന്നും ആവശ്യപ്പെട്ടില്ല. കുരിശ് പ്രദർശന വസ്തുവാക്കാനല്ല ദൈവം പറഞ്ഞത്. കർത്താവ് യേശു പറഞ്ഞത്, കുരിശ് നിങ്ങൾ സ്വർണ്ണമാലയിലും കമ്മലിലും മോതിരത്തിലും മറ്റു പലയിടത്തും പച്ചകുത്തിയൊക്കെ ശരീരത്തെ പ്രദർശിപ്പിക്കുകയല്ല വേണ്ടത്. കുരിശ് നിങ്ങളുടെ ഹൃദയത്തിൽ സംഭവിക്കണം. കുരിശ് നിങ്ങളുടെ ഹൃദയത്തിൽ നടണം. അതായത് നിങ്ങളുടെ പഴയ മനുഷ്യനെ ക്രൂശിക്കണം. പാപ സ്വഭാവമുള്ള പഴയ മനുഷ്യനെ ക്രൂശിക്കണം. ഇതാണ്. അപ്പോൾ ഇത് ഒന്നാമത് അറിയണം. രണ്ടാമത് അറിയേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഒന്നാമത്, പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ ഇംഗ്ലീഷിലെ ഓർഡർ നോക്കുമ്പോൾ പാപശരീരത്തിന് നീക്കം വന്നു. പാപശരീരത്തിന് നീക്കം. ഇത് നമ്മൾ അറിയണം. സ്നാനപ്പെട്ട എല്ലാവരും ഇത് മറക്കുന്നിടത്താണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പാപശരീരത്തിന് നീക്കം വന്നു. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് ഇപ്പോൾ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? പഴയ മനുഷ്യന് നീക്കം വന്നു. പാപശരീരത്തിന്, അതായത് പാപശരീരത്തിന് നീക്കം വന്നു. ശരീരമെന്ന വാക്ക് യവന ഭാഷയിൽ സോമ എന്ന വാക്ക് ഇനിയുള്ള ചില അധ്യായങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന വാക്കാണ്. 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 6:12, 6:13, 7:5, 7:23, 7:24, 8:10, 8:13, 8:23. ശരീരം 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 എന്ന വാക്ക് തുടർമാനമായി നമ്മൾ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് അല്പനേരം ഈ ശരീരത്തെക്കുറിച്ച് എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥമെന്ന് ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ശരീരം, ഭൗതിക ശരീരം, അതിൽ തന്നെ നല്ലതുമല്ല ചീത്തയുമല്ല. അത് നല്ലതുമല്ല ചീത്തയുമല്ല. അത് വെറും ഒരു ഉപകരണം, ആയുധം മാത്രമാണ്. ഉപയോഗിക്കേണ്ട ഒരു മാധ്യമം മാത്രമാണ്, ആയുധം മാത്രമാണ്. അത് നമ്മളെ അടയാളപ്പെടുത്തുവാൻ, നമ്മുടെ മുദ്ര പതിപ്പിക്കുവാനും, അതായത് ഇംപ്രഷൻ, കൂടാതെ നമ്മളെ പ്രകടിപ്പിക്കാൻ, എക്സ്പ്രഷൻ, അതിനുള്ള മുഖാന്തരമാണ് ശരീരം.
നമ്മളെ അടയാളപ്പെടുത്താൻ, നമുക്ക് നമ്മെ തന്നെ പ്രകടിപ്പിക്കാൻ അതിനുള്ള മാധ്യമമാണ് ശരീരം. ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക് മനുഷ്യന്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിൽ നിന്ന് നമുക്ക് ഒരു അറിവ് കിട്ടുന്നത്, ഈ 5 ഇന്ദ്രിയങ്ങൾ. അതോടൊപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ചില ഉപയോഗങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ കാഴ്ച, നമ്മുടെ മുഖഭാവം, നമ്മുടെ മറ്റ് ചില പ്രകടനങ്ങൾ, ഇതിലൂടെയാണ് നാം നമ്മെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മളൊരു വഴക്ക് പറയുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഭാവം, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമുണ്ടാകുമ്പോൾ നമുക്കുള്ള സന്തോഷഭാവം. ഇപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു, നമ്മളെ തന്നെ പ്രകടമാക്കുന്നു. എന്താണ് മറ്റുള്ളവർ അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ മുഖഭാവത്തിലൂടെ, കയ്യിലും കാലിലൂടെയും ഒക്കെ നമ്മൾ പ്രകടമാക്കുന്നു. ഇപ്പോൾ ശരീരം ഇതൊരു ആയുധമാണ്. അതായത് ഒന്ന് നമ്മളെ അടയാളപ്പെടുത്താൻ, നമ്മുടെ മുദ്ര പതിപ്പിക്കാനുള്ള, ഞാൻ ഇന്ന ആളാണ് എന്ന് തെളിയിക്കാനുള്ളതാണ് നമ്മുടെ ശരീരം. നമുക്ക് നമ്മൾ നേരിടുന്ന അനുഭവങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ പ്രകടമാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ശരീരം നമ്മൾ കണ്ടു, ശരീരം തിന്മയുമല്ല നല്ലതുമല്ല. ശരീരത്തിനൊരു രണ്ടിൻ്റെ ഇടയ്ക്കുള്ള അവസ്ഥയാണ്. അതെങ്ങനെ ഉപയോഗിക്കുന്നുവോ അതനുസരിച്ചിരിക്കും അതിൻ്റെ ഗുണം. ശരീരം നന്മയ്ക്കായി, നീതിക്കായി ഉപയോഗിക്കാം. കാരണം ഇതിൻ്റെ 13-ാം വാക്യം റോമലേഖനം 6, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളൂ. നീതിയുടെ ആയുധം, നീതി, നല്ലത് ചെയ്യുവാൻ വേണ്ടി ശരീരത്തെ ഉപയോഗിക്കാം. അതാണ് പൗലോസോട് ആവശ്യപ്പെടുന്നത്. ദൈവമക്കൾ സ്നാനപ്പെട്ടവരോട് തുടർന്ന് പഠിപ്പിക്കുന്ന ഉപദേശമാണ്. നിങ്ങളുടെ ശരീരങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി തിന്മയ്ക്ക് കൂട്ടു നിൽക്കാൻ ശരീരത്തെ ഉപയോഗിക്കാതെ നീതിയുടെ ആയുധങ്ങളായി ഉപയോഗിക്കണം. പിന്നീട് 12-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് ഒരു അനുഗ്രഹീതമായ ഒരു പ്രബോധനം നൽകും ദൈവമക്കളോട്. അവിടെ എന്താ പറഞ്ഞത്? 11-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മനസ്സലിവിനെക്കുറിച്ചും വിശ്വാസത്തുള്ള നീതീകരണത്തെക്കുറിച്ച് വിശദമായി പഠിപ്പിച്ചതിന് ശേഷം ഇനി എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് പോലെ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച് വിശ്വാസത്താൽ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച ദൈവമക്കളായവരോട് പറയുകയാണ്, സ്നാനമേറ്റവരോട് പറയുകയാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന് സമർപ്പിക്കണം. എല്ലാ ദിവസവും രാവിലെ ചെയ്യാവുന്ന ഒരു കാര്യമാണത്. ഇന്നത്തെ ദിവസം എൻ്റെ ശരീരം കൊണ്ട് ദൈവം നിനക്ക് പ്രസാദമുള്ള നീതിയുടെ പ്രവൃത്തികൾ ചെയ്യാൻ എന്നെ സഹായിക്കണം. എൻ്റെ കണ്ണ്, എൻ്റെ ചെവി, എൻ്റെ നാവ്, എൻ്റെ കൈകാലുകൾ, എൻ്റെ ശരീരാവയവങ്ങളെല്ലാം നിനക്കിഷ്ടമുള്ള തരത്തിൽ നിൻ്റെ ഹിതപ്രകാരം നിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണമേ. ഇതാണ് പൗലോസോട് ആവശ്യപ്പെട്ടത്. അതേ, ഇപ്പോൾ നന്മയ്ക്കായി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ശരീരം തിന്മയ്ക്കായി ഉപയോഗിക്കപ്പെടാം. അതാണ് റോമർ 6:13 അത് വീണ്ടും അവിടെ തന്നെ പറയുന്നുണ്ട്, അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കരുത്, അനീതിയുടെ ആയുധങ്ങളെ പാപത്തിന് സമർപ്പിക്കരുത്. ശരീരത്തെ അവയവങ്ങൾ കൊണ്ട് പാപം ചെയ്യാൻ അതിനുവേണ്ടി സമർപ്പിക്കരുത്. അത് നമ്മുടെയും കൂടെ താല്പര്യമാണത്. ഇപ്പോൾ തിരുവെഴുത്തുള്ളൊരു വ്യക്തമായി അംഗീകരിക്കുന്ന കാര്യമാണ് ശരീരം അഥവാ ജഡം. പലപ്പോഴും നമ്മൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, പലതരത്തിലുള്ള മോഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് വളരെ കഴിവ് കുറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ശരീരം. ശരീരത്തെ പലപ്പോഴും ചെറുത്ത് നിൽപ്പ് ബുദ്ധിമുട്ടാണ്. നമുക്കിഷ്ടമുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, നമുക്ക് വളരെയധികം ആഗ്രഹമുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ, അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ചെറുത്ത് നിൽക്കാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതയുണ്ട്. റോമലേഖനം 7:5 പൗലോസ് ഇപ്രകാരം പറയും, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു വരുന്നത്. പല മലിനമായ ചിന്തകളിലേക്ക് നമ്മുടെ ശരീരം നമ്മളെ പതുക്കെ പതുക്കെ ചലിപ്പിക്കും. ചെറുത്ത് നിൽപ്പ് പലപ്പോഴും ബുദ്ധിമുട്ടായി തോന്നും. സാത്താൻ, പിശാച് പലപ്പോഴും ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ തിന്മയിലേക്ക് അടുപ്പിക്കുന്നതും ആകർഷിക്കുന്നതും. അപ്പോൾ പൗലോസ് അതുകൊണ്ടാണ് ശരീരമെന്ന വാക്ക് വളരെയധികം തവണ ആവർത്തിച്ചു. കാരണം അത് തിന്മയ്ക്ക് ആയുധമാകരുത്. 7:24 വാക്യത്തിൽ പൗലോസ് പറയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആത്മീക മരണത്തിന് എന്നെ ഇടവരുത്തുന്ന ശരീരത്തിലൂടെ മോഹങ്ങൾ ജനിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നാം എന്നെ സമർപ്പിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ 6-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പാപശരീരത്തിന് നീക്കം വരേണ്ടെന്ന് പറയുന്നത് ഈ ഒരു കാഴ്ചപ്പാടിലാണ്. അതായത് ഈ ശരീരത്തിലൂടെയാണ് പാപം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ പാപശരീരം നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയണം. അതുകൊണ്ട് നമുക്ക് ലഭിച്ച സ്നാനപ്പെട്ട ദൈവത്തിനോടൊക്കെ ദൈവം പറയുന്നത്, നിൻ്റെ ശരീരം അത് നീ ഉപയോഗിക്കുന്ന വിധം ശ്രദ്ധിക്കണം. നിൻ്റെ ശരീരം, നിൻ്റെ നാവ്, നിൻ്റെ കണ്ണ്, നിൻ്റെ ചെവി, നിൻ്റെ കൈകാലുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു? നീ ദൈവത്തിൻ്റെ വിശുദ്ധ ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവ പൈതലാണ്. നിൻ്റെ നാവ് കൊണ്ട് എന്ത് രുചിക്കുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് മറുപടി പറയുന്നു, ഇതൊക്കെ നീ ശ്രദ്ധിക്കണം.
റോമലേഖനം 8:13 ഒരു വലിയ അനുഗ്രഹീതമായൊരു സത്യം പറയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ് റോമർ 8. അതിൻ്റെ 13 വാക്യം പറയുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുമെങ്കിൽ മരിക്കും നിശ്ചയം. ഇനി ശ്രദ്ധിക്കുക, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഒരു വിശ്വാസിയിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കിട്ടുകയുള്ളൂ. വിശ്വാസിയല്ലാത്ത, ദൈവത്തെ അനുസരിക്കാത്ത ഒരാളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രവൃത്തിയും ചെയ്യില്ല. അപ്പോൾ വിശ്വാസിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന സഹായമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ, അതായത് ആത്മാവിൻ്റെ പ്രവൃത്തിയാൽ എന്ത് സംഭവിക്കും? ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ, അതിനെ മരിപ്പിക്കുക, നിഷ്ക്രിയമാക്കുക. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ പൗലോസ് ഇപ്പോൾ 6-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന്, പാപശരീരത്തിൽ നീക്കം വരിക. ഇപ്പോൾ സ്നാനപ്പെടുമ്പോൾ പാപശരീരം നീക്കം വരികയാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി ലഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ചേരുവ സ്നാനപ്പെടുമ്പോൾ പിന്നെ ആ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷെ നാം സമർപ്പിക്കണം, പരിശുദ്ധൻ്റെ പ്രവർത്തനത്തിന് നമ്മൾ വിധേയപ്പെടണം, ആഗ്രഹിക്കണം. ഇപ്പോൾ പാപശരീരം നീക്കം വരേണ്ടെന്ന് പറഞ്ഞാൽ നിഷ്ക്രിയമാക്കുക, ഈ ശരീരത്തെ ബലഹീനമാക്കി തരിക. അതായത് നമ്മുടെ ശരീരം ഉപയോഗിച്ചുള്ള സാത്താൻ പല തിന്മകളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം നമുക്ക് ലഭിക്കത്തക്കവണ്ണം നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടാകണം. വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജീവിതം എനിക്ക് ജീവിക്കണം. കൂട്ടുകാരുടെ കൂടി മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി പിക്നിക്കിനും മറ്റിടത്തും പോകുമ്പോൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് തണുപ്പ് മാറാൻ, ഒരു രസത്തിന്, കമ്പനിക്ക് വേണ്ടി ഒക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തെ ഓർക്കണം. എൻ്റെ ശരീരം എന്തിനുള്ളതാണ്? ദൈവനെ വിളിച്ച് വേർതിരിച്ച്, ആത്മാവ് മാത്രമല്ല ദൈവം കൊണ്ടുപോകുന്നത്. 1 തെസ്സലോനിക്കർ 5:23 പറയും, കർത്താവേശുവിൻ്റെ പ്രത്യക്ഷയിൽ നിങ്ങളെ അവികലം ശുദ്ധീകരിക്കണം. ദേഹം, ദേഹി, ആത്മാവ് മുഴുവനും ശുദ്ധീകരിക്കപ്പെടണം. അല്ല ശരീരത്തിന് എന്തും ചെയ്യാം, ആത്മാവ് മാത്രം സൂക്ഷിച്ചാൽ മതി എന്നല്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ പരിശുദ്ധ നമ്മളെ സഹായിക്കും, ദൈവമക്കളെ സഹായിക്കും. ഇപ്പോൾ ചില മനുഷ്യർ ധാരണ, എൻ്റെ ശരീരത്തിലെ മോഹങ്ങളുടെ മേലെ എനിക്കൊരു നിയന്ത്രണമില്ല, എനിക്കൊരു നിയന്ത്രണം സാധിക്കില്ല. ഒരിക്കലുമല്ല, നിയന്ത്രണം സാധിക്കും. പക്ഷെ നാം ആഗ്രഹിക്കണം. പോലീസ് വ്യക്തമായി നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ മനസ്സിൽ, ചിന്തകളിൽ ആഴമേറിയ വാഞ്ചയുണ്ടാകാം, തൃഷ്ണകളുണ്ടാകാം, മോഹ താല്പര്യങ്ങളുണ്ടാകാം. അതിനെല്ലാം ദൈവം നിഷ്ക്രിയമാക്കി തരും നമുക്ക് താല്പര്യമെങ്കിൽ. ദൈവാത്മാവ് നമ്മളെ ഈ മോഹങ്ങളെ ബലഹീനമാക്കി തരും. നമ്മളെ അത് അടക്കി വാഴാതെ നമ്മളെ സൂക്ഷിക്കും ദൈവാത്മാവ്. പക്ഷെ നമ്മളതനുസരിച്ച് സമർപ്പിക്കണം. 12-ാം അധ്യായം 1-ാം വാക്യം റോമലേഖനത്തിൽ തന്നെ പറഞ്ഞു, ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മളെ ഏൽപ്പിക്കണം. നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, പറയുന്നത്, പോകുന്നത്, ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. നമ്മൾ ആരെന്ന് മനസ്സിലാക്കണം, ഇത് അറിയണം. നമ്മൾ ആരെന്ന് നമ്മൾ അറിയുവേണ്ടാകണം. അത് വളരെ പ്രധാനമാണ്. ഈ അറിവനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഈ അറിവ് നഷ്ടപ്പെടുമ്പോഴാണ് അന്ധത വരുന്നത്, അജ്ഞത വരുന്നത്, വഴിതെറ്റുന്നത്. ഒരു കാര്യം കൂടെ നമ്മൾ അറിയാനുണ്ട്, നമുക്ക് നാളെ ചിന്തിക്കാം. റോമലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നാം മോചനം പ്രാപിച്ചു. പാപത്തിൽ നിന്ന് അങ്ങനെ മരിച്ച പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. ഇത് നമ്മൾ അറിയണം. ഞാൻ പാപമോചനം ലഭിച്ച ആളാണ്. സാത്താൻ നമ്മളത് ഓർമ്മിക്കാൻ അനുവദിക്കില്ല. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരണ പരത്തിക്കൊണ്ട്, പാപം ചെയ്താലും കുഴപ്പമില്ല, കൃപ കിട്ടും. ഇല്ല, നാം പാപമോചനം പ്രാപിച്ചവരാണ്. പഴയ മനുഷ്യ ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ടവനാണ്. പാപശരീരത്തിൽ നീക്കം വന്നവരാണ്. ഇത് നമ്മൾ അറിയണം. ഈ അറിവാണ് അനുഗ്രഹം. അറിവില്ലായ്മ കൊണ്ടാണ് പലരും തെറ്റിപ്പോകുന്നത്. അത് ദൈവം പറഞ്ഞതാണ്. ദൈവവചനത്തിലൂടെയാണ് അറിവ്, ദൈവവചനത്തിലൂടെയാണ് പരിജ്ഞാനം. അത് നമ്മുടെ അടുക്കലുണ്ട്. നമ്മളത് കേൾക്കുക, അറിയുക, വിശ്വസിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.